അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 5 53 ശ്ലോകം മുതൽ 68 ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. വേദാ ഊചു നമോ ദേവി മഹാമായേ വിശ്വോൽപത്തികരേ ശിവേ നിർഗുണേ സർവഭൂതേഷി മാതാ ശങ്കരകാമദേ. ത്വം ഭൂമി സർവഭൂതാനാം പ്രാണാപ്രാണവതാം തഥാ ധീ ശ്രീ കാന്തി ക്ഷമാ ശാന്തി ശ്രദ്ധാ മേധാ ധൃതി സ്മൃതി. ത്വമുദ്ഗീതേർത്ഥമാത്രാസി ഗായത്രീ വ്യാഹൃതിസ്തഥാ ജയാ ച വിജയാ ധാത്രീ ലജ്ജാ കീർത്തി സ്പൃഹാദയാ. ത്വം സംസ്തുതോംബ ഭുവനത്രയ സംവിധാനദക്ഷാം ദയാരസയുതാം ജനനീം ജനാനാം വിദ്യാം ശിവാം സകലലോകഹിതാം വരേണ്യാം വാഗ്ബീജവാസനിപുണാം ഭവനാശകർത്രീം. ബ്രഹ്മാഹര ശൗരി സഹസ്രനേത്രവാഗ്വഗ്നിസൂര്യാ ഭുവനാധിനാഥ തേ ത്വൽകൃതാ സന്തി തതോ ന മുഖ്യാഃ മാതാ യതസ്ത്വം സ്ഥിരജംഗമാനാം. സകലഭുവനമേതൽകർത്തുകാമായ ദാത്വം സൃജസി ജനനി ദേവാൻ വിഷ്ണുരുദ്രാജമുഖ്യാൻ. സ്ഥിതിലയജനനം തൈകാരയസ്യേകരൂപാ ന ഖലു തവ കഥഞ്ചിൽ ദേവി സംസാരലേശ. ന തേ രൂപം വേത്തും സകലഭുവനേ കോപി നിപുണോ ന നാംനാം സംഖ്യാതേ കഥിതുമിഹ യോഗ്യോസ്തി പുരുഷ. യദൽപം കീലാലം കലയിതുമശക്ത സതു നര. കഥം പാരാവാരാകലന ചതുര
സ്യാദൃതമതി. ന ദേവാനാം മധ്യേ ഭഗവതി തവാനന്ദവിഭവം വിജാനാത്യേകോപി ത്വമിഹ ഭുവനൈകാസി ജനനി. കഥം മിഥ്യാ വിശ്വം സകലമപി ചൈകാരചയസി. പ്രമാണം ത്വേതസ്മിൻ നിഗമവചനം ദേവി വിഹിതം. നിരീഹൈവാസി ത്വം നിഖിലജഗതാം കാരണമഹോ. ചരിത്രം തേ ചിത്രം ഭഗവതി മനോ നോ വ്യഥയതി. കഥം കാരം വാച്യ സകല നിഗമാഗോചരഗുണപ്രഭാവ സ്വം യസ്മാൽ സ്വയമപി ന ജാനാസി പരമം. ന ജാനാസി ത്വം ജനനി മധുജിം മൗലിപതനം ശിവേ കിം വാ ജ്ഞാത്വാ വിവിദിഷസി ശക്തിം മധുജിതാം. ഹരേ കിം വാ മാതർദുരിതതതിരേഷാ ബലവതി. ഭവത്യാ പാദാബ്ജേ ഭജന നിപുണേ ക്വാസ്തി ദുരിതം. ഉപേക്ഷാ കാചേയം തവ സുരസമൂഹേതി വിഷമാ. ഹരേർമൂർധ്നോ നാശോ മതമിഹ മഹാശ്ചര്യജനകം. മഹദ്ദുഃഖം മാതസ്ത്വമസി ജനനച്ഛേദകുശലാ. ന ജാനീമോ മൗലേർവിഘടന വിളംബ കഥമഭൂൽ. ജ്ഞാത്വാ ദോഷം സകലസുരതാപാദിതം ദേവി ചിത്തേ. കിം വാ വിഷ്ണാവമരജനിതം ദുഷ്കൃതം പാതിതം തേ. വിഷ്ണോർവാ കിം സമരജനിത കോപവർഗോതിവേഗാൽ ഛേത്തും മാതസ്തവ വിലസിതം നൈവ വിദ്മോത്ര ഭാവം. കിം വാ ദൈത്യൈ സമരവിജിതൈ തീർത്ഥദേശേ സുരമ്യേ. ഘോരം തപ്ത്വാ ഭഗവതി വരം ലബ്ധവദ്ഭിർഭവത്യാ. അന്തർധാനം ഗമിതമധുനാ വിഷ്ണുശീർഷം ഭവാനി. ദ്രഷ്ടും കിം വാ വിഗതശിരസം വാസുദേവം വിനോദ. സിന്ധോ പുത്ര്യാം രോഷിതാ കിം ത്വമാദ്യേ. കസ്മാദേനാം പ്രേക്ഷസേ നാഥധീനാം. ക്ഷന്തവ്യസ്തേ സ്വാംശജാതാപരാധോ. വ്യുദ്ധാപ്യൈനം മോദിതാം താം കുരുഷ്വ. ഏതേ സുരാസ്ത്വാം സതതം നമന്തി. കാര്യേഷു മുഖ്യാ പ്രഥിതപ്രഭാവ. ശോകാർണവാത്താരയ ദേവി ദേവാൻ. ഉദ്ധാപ്യ ദേവം സകലാധിനാഥം. മൂർധാഗതക്വാംബഹരേർന വിദ്മോ. നാന്യോസ്ത്യുപായ ഖലു ജീവനേദ്യ. യഥാ സുധാ ജീവനകർമ്മദക്ഷാ. തഥാ ജഗജ്ജീവിതദാസി ദേവി. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 53 മുതൽ 68 കൂടിയുള്ള ശ്ലോകങ്ങളുടെ തർജ്ജമയാണ് ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടായി പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മംഗളസ്വരൂപിണിയാം വിശ്വജനനി നിർഗുണേ മഹാമായേ സർവഭൂത നിയന്ത്രിതാവേ. മഹാദേവനെന്നും പ്രിയം ചെയ്തിടുന്ന ഭഗവതി മാതൃരൂപേ ദേവി ഭദ്രേ നമസ്കാരങ്ങൾ. അവിടുന്നു സർവഭൂതങ്ങൾക്കും വാസസ്ഥാനമായ അവനിയാണല്ലോ പ്രാണികൾക്കു പ്രാണനും. ബുദ്ധിയാണ്, കാന്തിയാണ്, ക്ഷമയാണ്, ശാന്തിയാണ്, ശ്രീയും ശ്രദ്ധയും മേധയും ധൃതി സ്മൃതിയും.
ഉദ്ഗീതത്തിൽ അർത്ഥമാത്ര ഗായത്രിയും വ്യാഹൃതിയും ഉദ്ഘോഷിച്ചു വേദങ്ങളും സ്തുതിഗീതത്തിൽ. ജയയും വിജയയുമാണല്ലോ ധാത്രിമാരും ലജ്ജ കീർത്തിയത്രേ ആഗ്രഹമോ ദയയുമത്രേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭുവനത്രയത്തെ സംവിധാനം ചെയ്യാൻ സമർത്ഥയും ദയാമയി ജനനി വിദ്യാരൂപിണി. ശിവയായി സർവലോകഹിതയായി ശ്രേഷ്ഠയായി വാഗ്ബീജത്തിൽ വസിക്കുവാൻ സമർത്ഥയായി. സംസാരത്തിൻ ദുഃഖങ്ങളെ നശിപ്പിക്കും ജഗദംബെ സ്തുതിക്കുന്നു ഭക്തിയോടെ ഞങ്ങളുമിപ്പോ. വിഷ്ണുദേവൻ, മഹാദേവൻ, ബ്രഹ്മദേവൻ, ഇന്ദ്രദേവൻ, വാഗ്ദേവത, അഗ്നി, സൂര്യൻ എന്നിവരെല്ലാം വിശ്വത്തിൻ്റെ അധിപതിമാരാണെന്നു കരുതുന്നു. വാസ്തവത്തിൽ അവരെല്ലാം തവ സൃഷ്ടിതാൻ. അതുകൊണ്ടു മുഖ്യരല്ല സ്ഥിരജംഗമങ്ങൾക്കെല്ലാം അമ്മയാണു അവിടുന്നു എന്നതു സത്യം. സകല ലോകത്തിനെയും സൃഷ്ടിക്കുവാൻ അവിടുന്നു സങ്കൽപ്പിക്കും നേരമോഹേ ഈശ്വരിതായേ. സൃഷ്ടിക്കുന്നു ബ്രഹ്മരുദ്ര മാധവാദി ദേവന്മാരെ സൃഷ്ടി സംഹാര സ്ഥിതിക്കായി വേണ്ട പോലവേ. ഏകമൂർത്തിയായ ദേവി അവരെ കൊണ്ടു ചെയ്യിക്കും. എങ്കിലും നീനക്കു സംസാരലേശമില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സർവേശ്വരി തവ രൂപം എന്തെന്നറിയുന്നതിനു സകല ഭുവനത്തിലും ആർക്കുമാവില്ല. തവ നാമങ്ങളുടെണ്ണം എത്രയെന്നു പറയുവാൻ തരത്തിലുള്ളൊരാൾ പോലും ഇവിടെയില്ല. വെള്ളത്തുള്ളി സൃഷ്ടിക്കുവാൻ കഴിയാത്ത ഒരുവനും എങ്ങനെ സമുദ്രം സൃഷ്ടിക്കുവാൻ സാധിക്കും? അവിടുത്തെ അനന്തമാം ശക്തി അറിയുന്നവരായി അമരന്മാരിൽ പോലുമേ ഒരാളുമില്ല. അവിടുന്നാണല്ലോ സർവഭുവനത്തിനും ജനനി. അവിടുന്നു എങ്ങനെ ഈ മിഥ്യാപ്രപഞ്ചം ഏകയായി സൃഷ്ടിക്കുന്നു? അതുപോലെ സർവേശ്വരി ഏകയായി ജഗൽ സൃഷ്ടി നടത്തിടുന്നു എന്നതിനു പ്രമാണമായി വേദവാക്യം അനവധി. ഏണാംഗശേഖരൻ താനും വന്ദിക്കും തായേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അഖില ജഗത്തിനും കാരണഭൂതയായ ദേവി അവിടുത്തേക്കൊന്നിലും ആഗ്രഹവുമില്ല. അവിടുത്തെ ചരിത്രമോ അത്യധികം വിചിത്രം താൻ. അതു ഞങ്ങളെ അധികം വിഷമിപ്പിച്ചു. അവിടുത്തെ ഗുണഗണം വേദങ്ങൾക്കുമറിയില്ല. അതിനാലെങ്ങിനെയതു പാടിയിടും ഞങ്ങൾ. അവിടുത്തെ പരമമം പ്രഭാവത്തെ കുറിച്ചെല്ലാം അവിടേക്കു പോലും അറിയുന്നില്ല സത്യം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ അവിടുന്ന് അറിഞ്ഞില്ലേ അച്ചു
മംഗളസ്വരൂപിണി ദേവി. അറിഞ്ഞിട്ടും വിഷ്ണുവിൻ്റെ ശക്തിയെ കാത്തിരിക്കയോ അമ്മേ ഹരിക്കെന്തിനാലി ദുഃഖചരിതം. അവിടുത്തെ പാദങ്ങളെ സ്മരിക്കുന്ന നിപുണനു അതികഠിന ദുരിതം വരുന്നതെന്തേ? ദേവകാര്യം അവിടുന്നു വിഗണിച്ചതു കഷ്ടം താൻ. വിഷ്ണുവിൻ്റെ ശിരസ്സറ്റു പോകണമെന്ന അവിടുത്തെ സങ്കല്പവും അത്യധികം അത്ഭുതം താൻ. ജനന ദുഃഖമുക്തിക്കും കഴിവുണ്ടല്ലോ. അതിനാലെ വിഷ്ണുവിൻ്റെ തല കൂട്ടിച്ചേർക്കുവാനായി അമാന്തിക്കുന്നതെന്തിനെന്നറിഞ്ഞുകൂടാ. ദേവന്മാർ ചെയ്ത താം പാപം ഒന്നിച്ചു ആ വിഷ്ണുവിങ്കൽ ഏറ്റതാണോ അഥവാ യുദ്ധം നിമിത്തമായി? വിഷ്ണുവിൻ്റെ കോപം മാറാൻ അവിടുത്തെ ലീലയാണോ? അവിടുത്തെ ഭാവം ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഘോരമായ യുദ്ധത്തിങ്കൽ തോറ്റ ദൈത്യ സമൂഹവും ഘോരമായി തപം ചെയ്തു നിൻ വരം നേടിയോ? വരത്തിൻ്റെ ശക്തിയാണോ ശിരസ്സു നഷ്ടപ്പെട്ടതാ? വാസുദേവനെ കാണുമ്പോൾ നേരമ്പോ കാണോ? ആദിശക്തി സിന്ധുജയിൽ അവിടേക്കു കോപമാണോ? അവളെ അനാഥയായി മാറ്റിയതെന്തേ? അവിടുത്തെ അംശമല്ലേ? അപരാധം ക്ഷമിച്ചാലും അച്യുതനെ ജീവിപ്പിക്കൂ, സന്തുഷ്ടയാക്കൂ. ദേവജനമൊന്നടങ്കം നിന്നെ സദാ പ്രണമിപ്പൂ. ദേവന്മാരോ കാര്യത്തിലും അതുപോലവേ കഴിവിലും പ്രസിദ്ധർ താൻ സകല ലോകനാഥനെ ജീവിപ്പിച്ചു ദേവദുഃഖം അകറ്റിടണേ. അച്യുതന്റെ ശിരസ്സെവിടെ പോയെന്നു അറിയില്ല. അദ്ദേഹത്തെ ജീവിപ്പിക്കാൻ മാർഗവുമില്ല. അമൃതു ജീവനേകുന്നു, അതുപോലെ അവിടുന്നു അഖിലർക്കും ജീവൻ നൽകുന്നവളാണല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരസബരിയായി നമ്മൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രഥമസ്കന്ധം 5-ാമത്തെ അധ്യായത്തിൽ 53-ാമത്തെ ശ്ലോകം മുതൽ 68 കൂടിയുള്ള ശ്ലോകങ്ങൾ വേദസ്തുതി, വേദങ്ങൾ ഭഗവതിയെ സ്തുതിക്കുന്നതായിട്ട് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും. ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുമ്പോൾ വേദാ ഊചു എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. വേദങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? നമോ ദേവി മഹാമായേ വിശ്വോൽപത്തികരേ ശിവേ
നിർഗുണേ സർവഭൂതേഷി മാതാ ശങ്കരകാമദേ. അമ്മയെ അഭിസംബോധന ചെയ്യാണ്. ഹേ മംഗളസ്വരൂപിണി ശിവേ മഹാമായേ വിശ്വോൽപത്തികരെ വിശ്വജനനിയും നിർഗുണേ നിർഗുണസ്വരൂപമായിരിക്കുന്നവളെ സർവഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവളെ സർവഭൂതേഷി മാത അമ്മേ ശങ്കരന് പ്രിയം ചെയ്യുന്നവളെ ശങ്കരകാമദേ നമ ദേവി നമസ്കാരം. നമോ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു, നമസ്കരിക്കുന്നു. എന്നിട്ട് എന്തൊക്കെയാണ് ദേവി? അതാണ് സ്തുതി. ത്വം ഭൂമി സർവഭൂതാനാം പ്രാണാം പ്രാണവതാം തഥാ ധീ ശ്രീ കാന്തി ക്ഷമ ശാന്തി ശ്രദ്ധ മേധ ധൃതി സ്മൃതി. എല്ലാ ഭൂതങ്ങളുടെയും വാസസ്ഥാനമായ ഭൂമിയാണ് അവിടുന്ന്. അതേപോലെ തന്നെ പ്രാണവതാം തഥാ എല്ലാ പ്രാണികളുടെയും പ്രാണൻ അവിടുന്നാണ്. ധീ ബുദ്ധിയാണ്, ശ്രീ ഐശ്വര്യമാണ്, കാന്തിയാണ്, ക്ഷമയാണ്, ശാന്തിയാണ്, ശ്രദ്ധയാണ്, മേധയാണ്, ധൃതിയാണ്, സ്മൃതിയാണ്. ഇതൊക്കെ അമ്മേ അവിടുന്ന് തന്നെയാണ്. അവിടുത്തേക്ക് നമസ്കാരം. പിന്നെ ത്വമുദ്ഗീതേർത്ഥമാത്രാസി ഗായത്രി വ്യാഹൃതിസ്തഥാ ജയാ ച വിജയാധാത്രി ലജ്ജ കീർത്തി സ്പൃഹാദയാ. ത്വം അവിടുന്ന് ആരാണ്? ഉദ്ഗീതത്തിലെ അർദ്ധമാത്രയാണ് എന്ന് പറയുന്നു. എന്താ ഉദ്ഗീതം എന്ന് പറഞ്ഞാൽ? പ്രണവം, ഓങ്കാരം. ഓമിത്യേതത് അക്ഷരം ഉദ്ഗീത എന്ന് ഛാന്തോഗ്യോപനിഷത്തിൽ പറയും. അപ്പൊ അതിൽ വാക്കും പ്രാണനുമുണ്ട്. ഒന്ന് സ്ത്രീയാണ്, മറ്റത് പുരുഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉച്ചാരണത്തിൽ അർത്ഥമാത്ര എന്ന് പറഞ്ഞത്. ഇപ്പോ ഭൂഭുവസ്വ ഇതാണ് വ്യാഹൃതി. ഇത് ത്രിലോകങ്ങളുടെയും സാരമാണ് എന്ന് ഉപനിഷത്തുക്കള് പറയുന്നു. അപ്പോ ഉദ്ഗീതത്തിന്റെ അർദ്ധമാത്രയാണ് അവിടുന്ന്, ആ ശക്തിയാണ് അവിടുന്ന്. പിന്നെ ഗായത്രി വ്യാഹൃതിയാണ് അവിടുന്ന്. ജയയും വിജയവുമാണ് ധാത്രിമാര്. ലജ്ജയാണ് കീർത്തി. ആഗ്രഹം ദയയാണ്. അപ്പോൾ ഈ രീതിയിൽ അവിടുന്ന് ഇതൊക്കെ തന്നെ ആണ്. അവിടുന്ന് അല്ലാതെ ഈ ലോകത്തിലൊന്നുമില്ല. പിന്നെയോ ത്വാം സംസ്തുതോംബ ഭുവനത്രയ സംവിധാന ദക്ഷാം ദയാരസയുതാം ജനനീം ജനാനാം വിദ്യാം ശിവാം സകലലോകഹിതാം വരേണ്യാം വാഗ്ബീജവാസ നിപുണാം ഭവനാശകർത്രീം. മൂന്ന് ലോകങ്ങളെയും സംവിധാനം ചെയ്യുന്നതിൽ ദക്ഷയാണ്, സമർത്ഥയാണ്. ഭുവനത്രയ സംവിധാന ദക്ഷ. പിന്നെ ജനങ്ങളുടെ അമ്മയാണ്, ജനനിം ജനാനാം. പിന്നെയോ മംഗളസ്വരൂപിണിയാണ്, വിദ്യാസ്വരൂപിണിയാണ്, ലോകത്തിൻ്റെ മുഴുവൻ ഹിതകാരിണിയാണ്. സകല ലോകഹിതാം വരേണ്യാം ശ്രേഷ്ഠയാണ്. വാഗ്ബീജവാസ നിപുണ വാഗ്ബീജത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിവുള്ളവളാണ്. ഭവനാശകർത്രീം സംസാരത്തിൻ്റെ നാശത്തെ ഇല്ലാതെയാക്കുന്ന ഭവദുഃഖങ്ങളെ സംസാര ദുഃഖങ്ങളെ സംഹരിക്കുന്നവളാണ്. അമ്മേ ത്വാം സംസ്തുതോംബ അമ്മേ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. വേദങ്ങൾ അല്ലേ? ബ്രഹ്മാഹര ശൗരി സഹസ്രനേത്ര വാഗ്വഗ്നി സൂര്യ ഭുവനാധിനാഥ തേ ത്വൽകൃതാ സന്ധി തതോ ന മുഖ്യാ മാതായതസ്ത്വം സ്ഥിരജംഗമാനം. ബ്രഹ്മാവ് ഹരൻ ശിവൻ, വിഷ്ണു ശൗരി, സഹസ്രനേത്രൻ ഇന്ദ്രൻ, വാഗ്ദേവത അഗ്നി, സൂര്യൻ തുടങ്ങി ഭുവനത്തിൻ്റെ അധിപതികളായി കണക്കാക്കപ്പെടുന്നവരെല്ലാം തന്നെ തേ ത്വൽകൃത അവരൊക്കെ എന്താണ്? അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്, അമ്മയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സന്ധി തതോന്ന മുഖ്യ അവരൊന്നും മുഖ്യന്മാരല്ല. കാരണം സ്ഥിരജംഗമങ്ങളുടെ മുഴുവൻ മാതാവാണ് അവിടുന്ന്. അങ്ങനെ സകലഭുവനമേതൽ കർത്തുകാമായ യഥാത്വം ഈ സകല ലോകങ്ങളെയും സൃഷ്ടിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുമ്പോൾ സൃജസി ജനനി ദേവാൻ വിഷ്ണുരുദ്രാജ മുഖ്യാൻ. അപ്പൊ എന്തു ചെയ്യും? ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷ്ണു, രുദ്രൻ, അജൻ, ബ്രഹ്മാവ് തുടങ്ങിയ പ്രധാനികളെ സൃഷ്ടിക്കും. എന്നിട്ട് സ്ഥിതിലയ ജനനം, അവിടെ സ്ഥിതി ലയം ജനനം എന്ന് വെച്ചാൽ ആ
പരിപാലനം, സംഹാരം, സൃഷ്ടി. സ്ഥിതി, സംഹാരം, സൃഷ്ടി. ഇതിൻ്റെ ഏകമൂർത്തിയായ അവിടുന്ന് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. ദേവി സംസാരലേശം പോലും അവിടുന്ന് തീണ്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും നഖലു തവ കഥഞ്ചിൽ ദേവി സംസാരലേശ നതേ രൂപം വേത്തും സകല ഭുവനേ കോപി നിപുണോഹോ. അവിടുത്തെ രൂപം എന്താണ് എന്നറിയാൻ സകല ഭുവനങ്ങളിലും ആർക്കും നൈപുണ്യമില്ല, ആർക്കും സാധിക്കില്ല. നാംനാം സംഖ്യാതേ കഥിതുമിഹ യോഗ്യോസ്തി പുരുഷ. അവിടുത്തെ നാമങ്ങൾ, ഇത്ര നാമങ്ങൾ എന്ന് എണ്ണം പറയാൻ സാധിക്കുമോ? അങ്ങനെയുള്ളൊരു മനുഷ്യനും ഈ ലോകത്തില്ല. യദൽപ്പം കീലാലം കലയിതും അശക്തത സതുനര. ഒരു തുള്ളി വെള്ളം സൃഷ്ടിക്കാൻ, യദൽപ്പം കീലാലം, കീലാലം എന്ന് പറഞ്ഞ വെള്ളം, അത് സൃഷ്ടിക്കാൻ കഴിയാത്ത ആളുകൾ കഥം പാരാവാര കലന ചതുര സ്യാതൃതമതി. എങ്ങനെയാണ് ഒരാൾക്ക് ഒരു സമുദ്രം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുക? ഒരു തുള്ളി വെള്ളം പോലും സൃഷ്ടിക്കാൻ സാധിക്കാത്തവന്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവ് അവിടുന്നാണ്. നദേവാനാം മധ്യേ ഭഗവതി തവാനന്ദ വിഭവം വിജാനത്യേകോപി ത്വമിഹ ഭുവനൈകാസി ജനനി. ദേവി, ദേവന്മാരുടെ കൂട്ടത്തിൽ അവിടുത്തെ അനന്തമായ ശക്തിയെ അറിയുന്ന ഒരാൾ പോലും ഇല്ല. കഥം മിഥ്യാവിശ്വം സകലമപി ചൈകാരചേസി. അങ്ങനെ അവിടുന്നാണ് ഈ ഭുവനത്തിൻ്റെ അമ്മ, ഭുവനൈകാസി ജനനി. അവിടുന്ന് എങ്ങനെയാണ് ഈ മിഥ്യാപ്രപഞ്ചത്തെ ഒറ്റയ്ക്ക് സൃഷ്ടിക്കുന്നത്? ഏകയായി ജഗത്ത് സൃഷ്ടിക്കുന്നു എന്നതിന് പ്രമാണമായിട്ട് വേദവാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അമ്മ എങ്ങനെയാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്? ദേവന്മാർക്ക് പോലും ഇതൊന്നും അറിയില്ല. അപ്പോൾ വേദങ്ങൾ ചോദിക്കുകയാണ്, അമ്മേ എങ്ങനെയാണ് അമ്മ? ഒരേ ഒരു അമ്മ അല്ലേ, ഭുവനത്തിൻ്റെ ഒരേ ഒരു അമ്മ, ഇതാണ് ഭഗവതി. അമ്മ എങ്ങനെയാണ് ഈ വേദങ്ങൾ പറയുകയാണ് അമ്മ എങ്ങനെയാണ് ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നത്? നിരീഹൈവാസിത്വം നിഖില ജഗതാം കാരണമഹോ ചരിത്രം തേ ചിത്രം ഭഗവതി മനോ നോ വ്യഥയതി. കഥം കാരം വാച്യ സകല നിഗമാഗോചര ഗുണപ്രഭാവസ്വം യസ്മാൽ സ്വയമപി ന ജാനാസി പരമം. എല്ലാ ജഗത്തിനും കാരണം അവിടുന്നാണ്. നിഖില ജഗതാം കാരണമഹോ ത്വം. അവിടുത്തേക്ക് ഒന്നിലും ഒരാഗ്രഹമില്ല, ഒന്നിലും താല്പര്യമില്ല. അവിടുത്തെ ചരിത്രം അത്യത്ഭുതം. ചരിത്രം തേ ചിത്രം ഭഗവതി മനോനോ വ്യഥയതി. അത് ഞങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. വേദങ്ങൾക്കൊന്നിനും മനസ്സിലാക്കാൻ കഴിയാത്ത അവിടുത്തെ ആ ഗുണധോരണിയെക്കുറിച്ച് എങ്ങനെയാണ് ഞങ്ങൾ പറയുക? കാരണം പരമമായ അവിടുത്തെ പ്രഭാവത്തെക്കുറിച്ച് പ്രഭാവസ്വം യസ്മാൽ സ്വയമപി ന ജാനാസി പരമം. അങ്ങയ്ക്ക് പോലും, അമ്മയ്ക്ക് പോലും അമ്മയുടെ പ്രഭാവത്തെ അറിയാൻ സാധിക്കില്ലെങ്കിൽ എങ്ങനെയാണ് വേദങ്ങളായി ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുക? ന കിം ജാനാസി ത്വം ജനനി മധുജിം മൗലി പതനം. മധുജിത്തിന്റെ മൗലി താഴെ വീണു. ന കിം ജാനാസി, അവിടുന്ന് അറിഞ്ഞില്ലേ വിഷ്ണുവിന്റെ ശിരസാറ്റുപോയത്? ഹേ മംഗളസ്വരൂപിണി, കിം വാ ജ്ഞാത്വ വിവിധിഷസി ശക്തിം മധുജിത. എന്നിട്ടും ആ മധുവിനെ നിഗ്രഹിച്ച വിഷ്ണുവിന്റെ ശക്തിയെക്കുറിച്ച് ഇനിയും അറിയാൻ കാത്തിരിക്കുകയാണോ അവിടുന്ന് അമ്മേ? ഹരിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഹരേ കിം വാ മാതർദുരിത തതിരേഷാ ബലവതി. ഇത്രത്തോളം ബലമുള്ളൊരു ദുരിത പരമ്പര ഹരിക്ക് വരാൻ എന്താ കാരണം? ഭവത്യാ പാദാബ്ജേ ഭജന നിപുണേ ക്വാസ്തി ദുരിതം. അവിടുത്തെ പാദഭജന ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുക? വിഷ്ണു എപ്പോഴും ഭഗവതിയെ ആശ്രയിക്കുന്നു എന്ന് ദേവി ഭാഗവതത്തിൽ കാണാം. അത് പുരാണങ്ങളുടെ ഒരു രീതിയാണ്. ഏത് പുരാണാണോ പറയുന്നത് അതിൽ ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി എന്ന പ്രമാണം അനുസരിച്ച് ഒന്നിനെ പലതായി പറയുന്നു. അതിൽ ആ പുരാണം എന്തിനെ പ്രതിപാദിക്കുന്നോ അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ എല്ലാം ഒന്ന് തന്നെ. ആ നിലയിലേക്ക് എത്തുകയാണ് നമ്മൾ വേണ്ടത്. പല ആളുകൾക്കും ഇപ്പം സംശയം ഉണ്ടാവും. കഥാഘടനയിൽ അത് പറഞ്ഞ രീതിയിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരാം. അതിന് കാരണം എന്താ? അത് അതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ പുരാണകർത്താവ് ചിലപ്പോൾ അത്തരത്തിലൊക്കെ പറഞ്ഞു എന്ന് വരും. അതിൻ്റെ ലക്ഷ്യത്തിൽ നമ്മൾ മനസ്സ് വയ്ക്കുകയാണ് വേണ്ടത്.
അല്ലാതെ അവിടെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അതൊക്കെ ഉണ്ടാകാം. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? നല്ല മനുഷ്യരാവുക, നല്ല ഭക്തരാവുക. അപ്പൊ ഇവിടെ പറയുകയാണ്, ഉപേക്ഷാ കാചേയം തവ സുരസമൂഹേതി വിഷമാ ഹരേർമൂർധ്നോ നാശോ മതമിഹ മഹാശ്ചര്യജനകം മഹദ്ദുഃഖം മാതസ്ത്വമസി ജനനച്ഛേദകുശല ന ജാനീമോ മൗലേർ വിഘടന വിളംബ കഥമഭൂ. ദേവന്മാരുടെ കാര്യം അവിടുന്ന് വിട്ടുകളഞ്ഞത് വലിയ കഷ്ടമായി. വിഷ്ണുവിൻ്റെ ശിരസ് അറ്റുപോകണം എന്ന അവിടുത്തെ ആഗ്രഹം വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു. മഹാശ്ചര്യജനകം. കാരണം എന്താ? അവിടുന്ന് ജനനച്ഛേദകുശല, മനുഷ്യന്റെ ആ ജനന ദുഃഖത്തിൽ നിന്ന് മുക്തി നൽകാൻ കഴിവുള്ളവളാണ് അവിടുന്ന്. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ ശിരസ് കൂട്ടിച്ചേർക്കാൻ ഇനിയും അമാന്തിക്കരുത്, വൈകരുത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണത് എന്ന് ഞങ്ങൾക്ക് സംശയം, അത്ഭുതം, ഞങ്ങൾക്ക് അറിയണില്ല. ജ്ഞാത്വാ ദോഷം സകലസുരതാപാദിതം ദേവി ചിത്തേ കിം വാ വിഷ്ണാവമരജനിതം ദുഷ്കൃതം പാതിതം തേ. ദേവന്മാരൊരു പക്ഷേ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ പാപം മുഴുവൻ വിഷ്ണുവിലേക്ക് വന്ന് ചേർന്നു. അതോ യുദ്ധം കൊണ്ട് വിഷ്ണുവിനുണ്ടായ കോപം, വിഷ്ണോർവാ കിം സമരജനിത കോപവർഗോതി വേഗാൽ ക്ഷേത്തും, ആ കോപം ശമിക്കാൻ വേണ്ടി അവിടുന്ന് ആടിയൊരു ലീലയാണോ? മാതസ്തവ വിലസിതം നൈവ വിത്മോത്ര ഭാവം. അവിടുത്തെ ഭാവം എന്താണെന്ന് വേദങ്ങളായി ഞങ്ങൾക്ക് അറിയാൻ സാധിക്കണില്ല ഭഗവതി അമ്മേ. കിം വാ ദൈത്യൈ സമരവിജിതൈ തീർത്ഥദേശേ സുരമ്യേ ഘോരം തപ്ത്വാ ഭഗവതി വരം ലബ്ധവദ്ഭിർഭവത്യ അന്തർധാനം ഗമിതമധുനാ വിഷ്ണുശീർഷം ഭവാനി ദ്രഷ്ടും കിം വാ വിഗതശിരസം വാസുദേവം വിനോദ. സമരത്തിൽ തോറ്റു ആര്? ദൈത്യന്മാര്. അവര് ഏറ്റവും രമ്യമായ തീർത്ഥദേശത്ത് പോയി ദേവിയെ ഭജിച്ചു. വിചാരിക്കുകയാണ്, ആ തപസ് ചെയ്ത ദേവിയിൽ നിന്ന് വരം നേടി ഇപ്പോൾ അന്തർധാനം ചെയ്യിച്ചതാണോ വിഷ്ണുവിൻ്റെ ശിരസ്സു പോയ ആ വാസുദേവനെ കാണുന്നത് അവിടത്തേക്ക് ഒരു നേരം പോക്കാണോ? ദൃഷ്ടിം കിം വാ വിഗതശിരസം വാസുദേവം വിനോദ. ഒരു വിനോദമായിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മറ്റൊരു കാര്യം, സിന്ധോപുത്ര്യാം സിന്ധുജ. ആരാ? സമുദ്രത്തിൽ നിന്നുണ്ടായത് മഹാലക്ഷ്മി അല്ലേ? ഇതാണ് സിന്ധോപുത്ര്യാം രോഷിതാ കിം ത്വമാദ്യേ. സിന്ധുപുത്രിയോട് ആദിശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയെ അവിടുത്തേക്ക് കോപമാണോ? കസ്മാദേനാം പ്രേക്ഷസേ നാഥഹീനാം. അവളുടെ ഭർത്താവ് മരിക്കുക, നാഥനില്ലാത്തവളായി അവളെ കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ? ക്ഷന്തവ്യസ്തേ സ്വാംശജാതാപരാധോ. അവിടുത്തെ അംശജാതയായിരിക്കുന്ന അവളോട് ക്ഷമിച്ചുകൂടെ? ക്ഷമിക്കണേ. യുദ്ധാപ്യേനം മോദിതാം തം കുരുഷ്വ. ആ വിഷ്ണുവിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ സിന്ധുജയെ, ആ ലക്ഷ്മിയെ സന്തോഷിപ്പിക്കണേ, അവളുടെ അപരാധം ക്ഷമിക്കണേ. ഏതേ സുരാസ്ത്വാം സതതം നമന്തി. ഈ ദേവന്മാർ മുഴുവൻ അമ്മയെ എപ്പോഴും പ്രണമിക്കുന്നവരാണ്. ഇവരൊക്കെ കാര്യനിർവഹണത്തിൽ വളരെ പ്രധാനികളുമാണ്. കാര്യേഷു മുഖ്യാ പ്രഥിത പ്രഭാവ ശോകാർണവാത്താരേ ദേവി ദേവാൻ. അപ്പോ സകലതിൻ്റെയും നാഥനായ ദേവനെ പുനർജീവിപ്പിച്ച് ഉദ്ധാപ്യദേവം സകലാധിനാഥം, ദേവന്മാരെ ആ ശോകാർണവത്തിൽ നിന്നും, ആ ദുഃഖസാഗരത്തിൽ നിന്നും കരകയറ്റണേ അമ്മേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂർധാഗത ക്വാംബ ഹരേർന്ന വിത്മോ. ഹരിയുടെ മൂർധാവ് എവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല. ഇദ്ദേഹത്തെ ജീവിപ്പിക്കാൻ ഇപ്പൊ വേറൊരു മാർഗവുമില്ല. നാന്യോസ്തി ഉപായ ഖലു ജീവനദ്യ. മറ്റൊരു ഉപായം കാണാനില്ല. യഥാ സുധാ ജീവന കർമ്മദക്ഷ. അമൃത് ജീവൻ നൽകാൻ സമർത്ഥാണല്ലോ, അതേപോലെ തഥാ ജഗജ്ജീവിതദാസി ദേവി. ജഗത്തിന് ജീവൻ നൽകുന്നവളാണ് അവിടുന്ന്. അതുകൊണ്ട് ഈ വിഷ്ണുവിനും ജീവൻ കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് വേദങ്ങൾ പ്രാർത്ഥിക്കുന്ന 68-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന്
ഭഗവത് പാദങ്ങളിൽ, അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കണു. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ,
ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.